ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നൊരു മണിത്തക്കാളി ചീരത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കെട്ട് മണിത്തക്കാളി ചീര എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ കായും ഇലയെല്ലാം വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഇതിനെയാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കായ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് കഴിക്കും. പിന്നെ ഈ കായ പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ അത് തനിയെ പൊട്ടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ മണിത്തക്കാളി ചീരയുടെ ഇലയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ പൂവും ഇതിന് തോരൻ വയ്ക്കണതിൻ്റെ പൂവും നമ്മൾ ചേർക്കും, ഇല ചേർക്കും. അപ്പോൾ എല്ലാം നല്ലപോലെ ഞാൻ ചീരയെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ ഒരു 5-6 വട്ടെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണതല്ലേ. വീട്ടിലുണ്ടായതാണെങ്കിൽ അങ്ങനെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പുറത്ത് വാങ്ങിയതായതുകൊണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഒരു 5-6 വട്ടം കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. എന്നിട്ട് അവിടെ 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മളിത് നല്ലപോലെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ മണിത്തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ വയറിലുണ്ടാവണ അൾസർ, അതുമാതിരി വായയിലുണ്ടാവണ പുണ്ണ്, അതിനൊക്കെ നല്ലതാണ് ഈ ചീര കഴിക്കണത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാൻ ചീരയൊക്കെ നല്ലപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഉഴുന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച്. പിന്നെ പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഒരു 4-5 ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മണിത്തക്കാളി ചീര അരിഞ്ഞു വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. പാകത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്ത് ചീര നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഒരു പകുതി വേവായതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചീരയിൽ ഒരുപാട് ഉപ്പ് അധികമായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ കറക്റ്റ് അളവ് കിട്ടും. കണ്ടായിരുന്നു വെള്ളമെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലധികം മസാലകളോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒരു മസാലപ്പൊടികളോ മുളക് പൊടിയോ മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കണില്ല. സിമ്പിളായിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കണത്. ഇപ്പോൾ സ്റ്റൊമക്ക് അൾസറിനും മൗത്ത് അൾസറിനും ഒക്കെ നല്ലൊരു മെഡിസിൻ മാതിരിയാണ് ഈ മണിത്തക്കാളി ചീര. ഇതൊക്കെ നല്ല ഒരു 4-5 ദിവസം അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിലത്തെ പുണ്ണും വായലത്തെ പുണ്ണൊക്കെ നല്ലപോലെ കുറവുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനൊരു സെർവ് ചെയ്യണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്.